നമസ്കാരം. ഇപ്പോൾ സഫയിലാണുള്ളത്. സൗദി അറേബ്യയിലെ അവധി എന്ന് പറയുമ്പോൾ ഇത് റംസാൻ്റെ നോമ്പിനോടനുബന്ധിച്ച് നോമ്പൊക്കെ അവസാനിച്ച് റംസാൻ ആയി. അപ്പോൾ അതിന് ഉള്ള മുന്നോടിയായുള്ള അവധി തുടങ്ങി. 5 ദിവസം അവധിയുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള ശനിയും വെള്ളി ശനി എല്ലാം കൂടെ ചേർന്നിട്ട് 8-9 ദിവസം അവധി. ഇടയ്ക്കൊരു വർക്കിംഗ് ഡേ ഉണ്ട്. അതുകൂടി അവധി ആക്കിയാൽ 9 ദിവസം അവധി കിട്ടും. നാട്ടിൽ പോകാൻ സാധ്യതയുള്ളവരൊക്കെ നാട്ടിൽ പോയി. നാട്ടിൽ പോകാൻ സാധ്യതയില്ലാത്ത ആളുകൾ, എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ സൗദി അറേബ്യയിൽ തന്നെയുണ്ട്. പിന്നെ ഉള്ള സാധ്യതയുള്ളവരൊക്കെ അടുത്ത അയൽ രാജ്യങ്ങളിലേക്കൊക്കെ അവധി ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ഞങ്ങൾ കുറച്ച് പേർ എന്തായാലും ഇക്കുറി അവധി സൗദി അറേബ്യയിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭാഗമായിട്ട് സഫയിലൊരു ഫാമിലാണുള്ളത്. ഈ ഫാമിലേക്ക് വരുമ്പോൾ ഇതൊരു കല്യാണ മണ്ഡപമാണ്. മജ്റ എന്നൊക്കെ പറയുന്ന റിസോർട്ടാണ്. ഈ കല്യാണ മണ്ഡപത്തിൻ്റെ പ്രവേശന കവാടമാണ്. നമ്മൾ ഇത് പനയോല കൊണ്ട് നിർമ്മിച്ചതാണിത്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രവേശന കവാടമാണ്. ഇതിലൂടെ അകത്തേക്ക് കടക്കുന്നു. കാണുന്നൊരു നമ്മുടെ ഈ ഒരു ചെടി അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് ആർച്ച് രീതിയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന കമാനാകൃതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു ആർച്ച്, ഈന്തപ്പനകൾ, ചെറിയ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലം, ഒരു പുൽത്തകിടി, പിന്നെ വീണ്ടും നമ്മുടെ വഞ്ചിപ്പുര പോലൊക്കെ തോന്നിക്കുന്ന ഒരു ഷെഡ്. വഞ്ചിപ്പുര ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. വഞ്ചിപ്പുര പക്ഷേ ഇതേപോലെയാണ് ഇരിക്കുന്നത്. വളരെ ചെറുതാണ് എങ്കിലും ഇതും ഓലമേഞ്ഞ് പനയോലമേഞ്ഞ് അകത്ത് ഷീറ്റൊക്കെ ഇട്ട ഒരു ചെറിയ ഷെഡ്, ഒരു ഫുട്ബോൾ കോർട്ട്, പുൽത്തകിടി. ഇതാണ് ഇവിടുത്തെ ഇത് പ്രത്യേകത എന്ന് പറയുന്ന ആളുകൾ വൈകുന്നേരം മുതൽ ഇവിടെ കൂടുകയും രാവ് വെളുക്കോളം ചിക്കൻ ചുടുകയും അങ്ങനെ പല ഗ്രിൽ ചിക്കനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു അറേബ്യൻ സംസ്കാരത്തിനകത്ത് നമ്മളങ്ങ് ഇഴുകിച്ചേരുകയാണ്. ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനും ഒക്കെയുള്ള വിറക് ഇനിയുമുണ്ട്. വേറെ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നാട്ടിലെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ എരുത്തിലാണെന്നാണ് തോന്നിയത്. പശുത്തൊഴുത്തൊക്കെ പറയുന്നത്. പക്ഷേ പശുത്തൊഴുത്തല്ല, അതിൽ നമ്മൾ 2 VIP കളാണ് അതിനകത്തിരിക്കുന്നത്. ശരിക്കും സഫയിൽ ഒരു ചെറിയ സാഹിത്യ സംവാദങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു കൂട്ടായ്മയൊക്കെ നടത്താൻ പറ്റിയ ചെറിയൊരു ഹാള്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കത്തക്ക രീതിയിലുള്ള ചെറിയൊരു മനോഹരമായൊരു കുഞ്ഞൊരു ഓപ്പൺ എയർ ഹാളാണ്. വളരെ ചെറുതാണ്. പക്ഷേ ഒരു 10-25 പേർക്ക് സുഖമായിട്ടിരുന്ന് പരിപാടികൾ അവതരിപ്പിക്കാം. പിന്നെ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാം. പുൽത്തകിടി തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നെ നമുക്ക് അതിന് ഉള്ളിലേക്കൊന്ന് പോകാം. ഈ ഹാൾ എന്ന് പറയുന്നത് ഒരു 2 നില കെട്ടിടത്തിന് പൊക്കമൊക്കെ തോന്നിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ഫ്ലോർ എന്താണെന്നോ? ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി പൂട്ടിയൊക്കെ ഇടുന്ന സ്വിമ്മിംഗ് പൂളാണ്. വെള്ളമൊക്കെ നിറച്ച് ഇനി ഇതിലേക്ക് ചാടുകയേ വേണ്ടു. വെള്ളമൊക്കെ നിറച്ച് ഇട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. എല്ലാവരും നീലവർണ്ണത്തിലിങ്ങനെ കിടക്കുകയാണ്. നമുക്ക് താഴേക്കൊന്ന് പോകാം. ഇത് മജ്ലിസ് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ആണ്. ഹാളാണിത്.
അതുപോലെ ഇവിടുത്തെയൊക്കെ ഹാളുകളെ ഇത് അറേബ്യൻ സംസ്കാരത്തിലായതുകൊണ്ട് തന്നെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക ഹാളുകളാണ്. ഇപ്പം ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത് വെളിയിൽ കൂടെ, ഇതിൻ്റെ എൻട്രൻസ് വെളിയിൽ കൂടെയാണ്. വെളിയിൽ കൂടെ വരുമ്പോൾ അകത്ത് മറ്റൊരു ഹാളുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ള 2 ഹാളുകൾ. പിന്നെ ഇനിയുള്ളത് ഇതിൻ്റെ അടുക്കളയാണ്. അടുക്കള കൂടി ഞാൻ കാണിക്കാം. നോക്കുന്ന അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൂളറെല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ അടുപ്പുണ്ട്. അതുപോലെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെയുള്ള ഒരു കിച്ചൺ സംവിധാനമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര മനോഹരമായ ഒരു സ്ഥലം തന്നെ നമുക്ക് ഇത് കൂടുതൽ കിട്ടി. നമ്മുടെ സൗദി അറേബ്യയിലെ ഇതൊക്കെ ഇത്ര നമ്മളെ ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ ഏറ്റവും നമ്മുടെ സാമ്രാജ്യമായിട്ട് നമുക്ക് എത്ര ഒരു പ്രശ്നവുമില്ലാതെ മറ്റ് നിയമപ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കിവിടെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ളൊരു വലിയ ഇടങ്ങളാണ് ശരിക്കും പൊതുവേ മജറകൾ എന്ന് പറയുന്ന റിസോർട്ടുകൾ. ഇനി മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി.